10th പ്രിലിംസിൻ്റെ അടുത്ത മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. 12ാമത്തെ മോക്ക് ടെസ്റ്റാണ്. 12ാമത്തെ മോക്ക് ടെസ്റ്റ്. ഇരുമുള്ള 15 മോക്ക് ടെസ്റ്റ് എഴുതാത്തവർ അത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിലേക്ക് പോകാം. അതിനു മുമ്പ് മിഷൻ LDC PDF ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മന്ത്ലി ഫീസ് 99 രൂപയാണ് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്പ്ലനേഷൻ, ഡെയിലി കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ്, ഡെയിലി എക്സാം, ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ 10th പ്രിലിംസിൻ്റെ PDF നോട്ട് വേണമെന്നുള്ളവർ, അതുപോലെ കറണ്ട് അഫയേഴ്സ് നോട്ട് വേണമെന്നുള്ളവർ വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക 9496822117. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയെന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഗ്രാൻഡ് ട്രങ്ക് റോഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മൂന്നാമത്തെ ചോദ്യം, പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നാലാമത്തെ ചോദ്യം, ആണവോർജ കമ്മീഷൻ സ്ഥാപിതമായത്? അഞ്ചാമത്തെ ചോദ്യം, കന്യാത്രയിൽ വിക്രം 1 വഹിച്ച പേലോഡുകൾ എത്ര? ആറാമത്തെ ചോദ്യം, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് എന്ന്? ഏഴാമത്തെ ചോദ്യം, ബറോണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം താഴെ പറയുന്നതിൽ ഏതാണ്? ആസാം, ബംഗാൾ, ബീഹാർ, ഒഡീഷ. എട്ടാമത്തെ ചോദ്യം, കാളി നദി എന്ന് ഏത് നദിയുടെ പോഷക നദിയാണ്? ഒൻപതാമത്തെ ചോദ്യം, ദേശീയ പാത അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് NHAI നിലവിൽ വന്ന വർഷം എന്ന്? പത്താമത്തെ ചോദ്യം, താഴെ പറയുന്നത് തെറ്റായ ജോഡി ഏത്? കേരള വിവേകാനന്ദൻ, ആഗമാനന്ദ സ്വാമികൾ, കേരളത്തിൻ്റെ വന്ധ്യവൈദികൻ KP കേശവമേനോൻ, പാവങ്ങളുടെ പടത്തലവൻ K കേളപ്പൻ, നിശബ്ദനായ വിപ്ലവകാരി ഡോക്ടർ പൽപു. 11ാമത്തെ ചോദ്യം, കേരളത്തിലെ 16ാം മന്ത്രിസഭയിൽ ജലസേചന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? 12ാം ചോദ്യം, ഷാനിമോൾ ഉസ്മാൻ കേരളത്തിലെ എത്രാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ്? 13ാമത്തെ ചോദ്യം, വന്യജീവി കുറ്റകൃത്യ മാനേജ്മെന്റിനായി ജുഡീഷ്യറി സംയോജിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംവിധാനമായ HAWK ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത്? 14ാമത്തെ ചോദ്യം, 2026 പുരുഷ അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയ രാജ്യം? 15ാമത്തെ ചോദ്യം, സുപ്രീം കോടതി രജിസ്ട്രാറായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി? 16ാമത്തെ ചോദ്യം, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്ന്? 17ാമത്തെ ചോദ്യം, 2026 തകഴി സാഹിത്യ പുരസ്കാരം നേടിയതാര്? 18ാം ചോദ്യം, ആരുടെ ആത്മകഥയാണ് ഈശ്വര വഴക്കില്ലല്ലോ? 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏത്? 20ാമത്തെ ചോദ്യം, ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്ക്? 21ാം ചോദ്യം, വനിതകളിലെ അർബുദ നിയന്ത്രണത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏത്? 22ാം ചോദ്യം, 2024 സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ എണ്ണപ്പാടം ഏത്? 23ാം ചോദ്യം, താഴെ പറയുന്നത് ശരിയായത് ഏത്? 24ാമത്തെ ചോദ്യം, ആദ്യത്തെ 90 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? 25ാമത്തെ ചോദ്യം, ഏറ്റവും വലിയ 3 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും. ഇനി നമുക്ക് ഓരോ ഉത്തരങ്ങളിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, കരമനയാണ്. രണ്ടാമത്തെ ചോദ്യം, ഗ്രാൻഡ് ട്രങ്ക് റോഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡുമായി ബന്ധപ്പെട്ട പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയിലെ സിന്ധു താഴ്വരയുമായി ബന്ധിപ്പിച്ചു, അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഷേർഷാ സൂരി നിർമ്മിച്ച റോഡാണ് ഷാഹിദ് റോഡ് എന്നറിയപ്പെട്ടു, അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിലവിൽ ഈ റോഡ് അമൃത്സർ മുതൽ കൊൽക്കത്ത വരെ വ്യാപിച്ചു കിടക്കുന്നു, ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എല്ലാം ശരിയാണ്, ഓപ്ഷൻ സി ആണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദ്യം.
ഓപ്ഷൻ ബി ആണ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്. 4ാമത്തെ ചോദ്യം, ആണവോർജ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് 1948. 5ാമത്തെ ചോദ്യം, കന്യാത്രയിൽ വിക്രം 1 വഹിച്ച പേലോഡുകൾ എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് 6. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണ് വിക്രം 1 എന്ന് പറയുന്നത്. ക്ലിയർ. ഒത്തിരിയേറെ പ്രത്യേകതകളാണ് വിക്രം 1. സ്കൈ റൂട്ട് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. സ്കൈ റൂട്ടിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണെന്ന് ഓർത്ത് വയ്ക്കാം. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണെന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത് 6ാമത്തെ ചോദ്യം, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് എന്ന്. ഓപ്ഷൻ ഡി ആണ് 1960. 1960 മെയ് മാസത്തിലാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ BRO നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. BRO അതായത് വടക്കേ ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് പ്രവർത്തിക്കുന്നതാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ. അടുത്ത 7ാമത്തെ ചോദ്യം, ബറോണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം താഴെ പറയുന്ന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബീഹാർ സംസ്ഥാനത്താണ്. ഓപ്ഷൻ എ ആണ്. ഓർത്ത് വയ്ക്കുക, ഓപ്ഷൻ എ. അടുത്ത 8ാമത്തെ ചോദ്യം, കാളി നദി ഏത് നദിയുടെ പോഷക നദിയാണെന്നാണ് ചോദ്യം. കാളി നദി ഓപ്ഷൻ സി ആണ്. ഘാഗ്ര നദിയുടെ പോഷക നദിയാണ്. 9ാമത്തെ ചോദ്യം, ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് NHAI നിലവിൽ വന്ന വർഷം എന്ന് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് 1995. 10ാമത്തെ ചോദ്യം, താഴെ പറയുന്ന തെറ്റായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരള വിവേകാനന്ദൻ ആഗമനന്ദ സ്വാമികൾ ശരിയാണ്. കേരളത്തിലെ വന്ധ്യവയോധികൻ KP കേശവൻ ശരിയാണ്. നിശബ്ദനായ വിപ്ലവകാരി ഡോക്ടർ പൽപു ശരിയാണ്. പാവങ്ങളുടെ പടത്തലവൻ കേളപ്പൻ എന്ന് പറയുന്നത് തെറ്റാണ്. അതിൻ്റെ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? AKG ആണ്. AKG. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത് 11ാമത്തെ ചോദ്യം, കേരളത്തിലെ 16ാം മന്ത്രിസഭയിലെ ജലസേചന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. മോൻസ് ജോസഫാണ്. ഓക്കെ, മോൻസ് ജോസഫാണ് ജലസേചന. CP ജോൺ എന്താ? ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തതാണ് CP ജോൺ. ഷിബു ബേബി ജോൺ വനം വന്യജീവി. അനൂപ് ജേക്കബ് ഭക്ഷ്യം സിവിൽ സപ്ലൈസ്. അടുത്ത 12ാമത്തെ ചോദ്യം, ഷാനിമോൾ ഉസ്മാൻ കേരളത്തിലെ എത്രാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ്. അതിനു മുമ്പ് 3 വനിതകളായിട്ടുണ്ട്. ആർക്കെന്ന് വെച്ചാൽ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു വെച്ചാൽ KO ഐഷ ഭായ് ആണ്. KO ഐഷ ഭായ് തന്നെയാണ് ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ എന്നറിയപ്പെടുന്നു KO ഐഷ ഭായും. ആദ്യത്തെ വനിത എന്നറിയപ്പെടുന്നത് KO ഐഷ ഭായ് ആണ്. ഓക്കെ, 2ാമത്തെ നസീഫത്ത് BV ആണ് ഓർത്തേക്കാം. 3ാമത്തെ ഭാർഗവി തങ്കപ്പനാണ്. 4ാമത്തതാണ് ഷാനിമോൾ ഉസ്മാൻ. അടുത്ത 13ാമത്തെ ചോദ്യം, വന്യജീവി കുറ്റകൃത്യ മാനേജ്മെന്റിനായി ജുഡീഷ്യറി സംയോജിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംവിധാനമായ HAWK ആരംഭിച്ച സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ HAWK സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്. കേരളമാണ്. 14ാമത്തെ ചോദ്യം, 2026 പുരുഷ അണ്ടർ-18 ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയ രാജ്യം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. ഇന്ത്യ. ജപ്പാനെയാണ് തോൽപ്പിച്ചത്. 15ാമത്തെ ചോദ്യം, സുപ്രീം കോടതി രജിസ്ട്രാറായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരെന്ന ചോദ്യം. ഓപ്ഷൻ സി ആണ്. സലീന വിജി നായരാണ്. സലീന വിജി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നറിയില്ല. സൂര്യകാന്ത്. ഓക്കെ, അടുത്ത ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്ന് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. ജൂൺ 7. 17ാമത്തെ ചോദ്യം, 2026 തകഴി സാഹിത്യ പുരസ്കാരം നേടിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്. സേതു ആണ്. 18ാമത്തെ ചോദ്യം, ആരുടെ ആത്മകഥയാണ് ഈശ്വര വഴക്കില്ലല്ലോ. ഓപ്ഷൻ ബി ആണ്. സലീം കുമാറിൻ്റെ ആത്മകഥയാണ്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ പ്ലാന്റ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. സർജനം. ഇത് സ്ഥാപിച്ചത് എയിംസ് ന്യൂഡൽഹി. ഓക്കെ, എയിംസ് ന്യൂഡൽഹിയിലാണ് സ്ഥാപിച്ചത് എന്ന് ഓർത്ത് വയ്ക്കുക. എയിംസ് ന്യൂഡൽഹിയിലാണ് സ്ഥാപിച്ചത്. അടുത്ത 20ാമത്തെ ചോദ്യം, ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കെന്നാണ്. ഓപ്ഷൻ എ ആണ്. ഗവർണർമാർക്ക്. സംസ്ഥാന ഗവർണർമാർക്കാണ് ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അടുത്ത വനിതകളിൽ അർബുദ നിയന്ത്രണത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്. ആരോഗ്യ ആനന്ദം. അടുത്ത 22ാം ചോദ്യം, 2024 സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ എണ്ണപ്പാടം ഏതെന്ന് ചോദ്യം. ഓപ്ഷൻ എ ആണ്. മുംബൈ ഹൈ. 23ാമത്തെ ചോദ്യം, താഴെ പറയുന്നത് ശരിയായത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ആഗോള ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസമാണ് ആഗോളതാപനം. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതിൻ്റെ മുഖ്യ കാരണമാണ്. ആഗോളതാപനം കൂടുന്നതിൻ്റെ മുഖ്യ കാരണം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിക്കുന്നത്. അടുത്ത ആഗോളതാപനത്തിന് ഒരു പരിധിയിൽ തടയാൻ സസ്യങ്ങൾക്ക് കഴിയും. ശരിയായതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്.
24 ചോദ്യം ആദ്യത്തെ 90 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇരട്ട സംഖ്യകളുടെ ശരാശരി തന്നിരിക്കുന്ന സംഖ്യ ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സംഖ്യയുടെ കൂടെ എന്ത് ചെയ്യണം? ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, തന്നിരിക്കുന്ന സംഖ്യയുടെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എവിടെ തന്നിരിക്കുന്നത് 90 ഇരട്ട സംഖ്യകളുണ്ട്, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 91 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത 25 ചോദ്യം, ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ 999. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതാ? 100. ഓക്കെ, ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ 100. കുറയ്ക്കാം. 9 9 9 1 8 899 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, 25 മാർക്കിന് എത്ര കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.